ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്താ മിനിസ്റ്റർ പ്രതാപവർമ്മേ, ഗാഢമായിട്ടൊരു ആലോചന? എന്താ നിങ്ങൾ എന്നെ ഇങ്ങനെ പകച്ചു നോക്കുന്നേ? ഞാൻ മറ്റാരും അല്ലടോ, നിങ്ങളുടെ മനസ്സ് തന്നെയാ. നിങ്ങള് മാനസികമായി ആകെ തകരുകയാണെന്ന് എനിക്ക് മനസ്സിലായി. അതറിഞ്ഞ് നിങ്ങളെ ഒന്ന് ആശ്വസിപ്പിക്കാൻ വന്നതാ ഞാൻ. തികച്ചും അർത്ഥപൂർണമായ ഒരു ജീവിതമല്ലേ നിങ്ങൾ നയിച്ചത്. ആർക്കും ഒരു ദോഷവും ചെയ്തില്ല, കഴിയുന്നത്ര എല്ലാവരെയും സഹായിക്കുകയും ചെയ്തു. ഭാര്യ ഉപേക്ഷിച്ചു പോയിട്ടും നിങ്ങൾ നിങ്ങളുടെ മകളെ വളർത്തി, അതും നിങ്ങളുടേത് തന്നെയാണോന്ന് ഇപ്പോഴും ഉറപ്പില്ലാത്ത നിങ്ങളുടെ മകളെ. അതെ, അവള് എന്റെ മകൾ തന്നെയാണോന്ന് എനിക്ക് വ്യക്തമായിട്ട് ഉറപ്പില്ല. എങ്കിലും ഞാൻ അവളെ എന്റെ മകളായി തന്നെ സ്നേഹിക്കുന്നു. അതൊരർത്ഥത്തിൽ ത്യാഗവും തന്റെ കാരുണ്യവും അല്ലേ പ്രതാപ? കഴിഞ്ഞുപോയ തന്റെ ജീവിതത്തിലുടനീളം താൻ ഒരു ആത്മപരിശോധന നടത്തിയാൽ നിങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല, നല്ലത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതെ, അധികാര വഴികളിലും ഞാൻ അഴിമതികളൊന്നും ചെയ്തിട്ടില്ല. കറക്റ്റ്. തനിക്ക് ആവോളാതാകാമായിരുന്നു, അഴിമതികൾ ചെയ്ത് കുറെ കൂടി സമ്പന്നനാകാമായിരുന്നു. പക്ഷേ ആദർശധീരനായ താൻ അതൊന്നും ചെയ്തില്ല. സ്വജനപക്ഷപാതം കാണിക്കാതെയും കളങ്കം വരുത്താതെയും കുറ്റമറ്റതും സംശുദ്ധവുമായ ഒരു രാഷ്ട്രീയ ജീവിതം താങ്കൾ നയിച്ചു. എന്നാൽ മകൾക്ക് വേണ്ടിയും കൂടപ്പിറപ്പുകൾക്ക് വേണ്ടിയും താൻ പണമുണ്ടാക്കാതെ ഇരുന്നില്ല. തന്റെ ബിസിനസ് സ്ഥാപനങ്ങളിലൂടെ താൻ ഒത്തിരി നേടുകയും ചെയ്തു. അതെ, അതൊന്നും എനിക്ക് വേണ്ട. അതെല്ലാം എന്റെ മകൾക്കും കൂടപ്പിറപ്പുകൾക്കും ഉള്ളതാ. ദേ, ഈ ഹൃദയവിശാലതയാണ് തന്റെ പുണ്യം. നിങ്ങൾ നിങ്ങളുടെ കൂടപ്പിറപ്പുകളെ ഉപേക്ഷിച്ചില്ല, കൂടെ നിർത്തി. മാത്രമല്ല, ബാല്യകാലം മുതൽ തന്നോടൊപ്പം നിന്ന് ഒത്തിരി കഷ്ടപ്പെട്ട അംബിക എന്ന ചേച്ചിയെ നിങ്ങളുടെ സ്വന്തം അമ്മയെ പോലെയാണ് കരുതുന്നത്. അതെ, എനിക്കെന്റെ ചേച്ചിയും അനിയനും അവരുടെ കുടുംബവും വളരെ പ്രിയപ്പെട്ടതാ. അപ്പോ തിരിഞ്ഞു നോക്കുമ്പോ വളരെ സക്സസ്ഫുൾ ആയ ഒരു ലൈഫാണ് നിങ്ങളുടേത്. പിന്നെ എന്തിനാ താനിങ്ങനെ വിഷമിക്കുന്നേ? ഓ, നിങ്ങൾക്കൊരു രോഗമുണ്ട് അല്ലേ? അങ്ങനെയാണ് പ്രതാപവർമ്മേ. ആരംഭങ്ങൾക്കെല്ലാം ഒരു അവസാനമുണ്ട്. അവസാനിക്കുന്നതിനും ഒരു റീസൺ വേണ്ടേ? അതാണ് ഈ രോഗം. എല്ലാ കഥകളും ചെന്ന് അവസാനിക്കുന്നത് മരണമെന്ന സ്വാഭാവികമായ ക്ലൈമാക്സിലേക്കാണ്. ദുരന്തമാണെങ്കിലും മരണം സ്വാഭാവികമാണല്ലോ. മരിക്കണം. അകലേ നോവിനാലേ